രണ്ടാം ലോകമഹായുദ്ധം. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ അണിനിരന്നു. വീട്ടുതടങ്കലിലായിരുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസ് 1941 ജനുവരി 16 കാബൂൾ വഴി ജർമ്മനിയിലേക്ക് രക്ഷപ്പെട്ടു. ഇന്ത്യക്ക് ഒരു പ്രവാസ ഗവൺമെന്റ് രൂപീകരിക്കുക, ബ്രിട്ടനെതിരെ ഇന്ത്യക്കുള്ളിൽ പ്രക്ഷോഭങ്ങളും കലാപങ്ങളും സംഘടിപ്പിക്കുക, സൈനിക ശക്തി സംഭരിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയെ ആക്രമിക്കുക, ഇതായിരുന്നു ബോസിന്റെ പദ്ധതി. 1942 ആഗസ്റ്റിൽ ബോംബെയിൽ ചേർന്ന AICC യോഗം ബ്രിട്ടനെതിരായ അന്തിമ സമരത്തിന് ഇന്ത്യൻ ജനതയെ ആഹ്വാനം ചെയ്തു. ആഗസ്റ്റ് 8 പാതിരാത്രി കഴിഞ്ഞപ്പോൾ AICC യോഗം ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിച്ചു. അങ്ങനെ മഹാത്മാഗാന്ധി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപന്മാർക്ക് ഇന്ത്യ വിടുക എന്ന അന്ത്യശാസനം നൽകി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം ലോകത്തെങ്ങുമുള്ള ഭാരതീയരെ ആവേശഭരിതരാക്കി. ബ്രിട്ടീഷ് ആധിപത്യത്തോടുള്ള പ്രതിഷേധ കൊടുങ്കാറ്റിൽ ഇന്ത്യ ഇളകിമറിഞ്ഞു. അന്തിമ സമരത്തിന് കച്ചമുറുക്കി ഇരമ്പി ഇളകിയ ഇന്ത്യൻ ജനതയുടെ മുന്നേറ്റം ബർലിനിൽ ഇരുന്ന് കാണുകയായിരുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ സഹന സമര ഗറില്ല യുദ്ധം എന്ന് വിശേഷിപ്പിച്ചു. ഇതേ സമയം തന്നെ INA-യുടെ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ആത്മഹത്യാ സ്ക്വാഡിലെയും സൈനികരുടെ പരിശീലനം പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഇവരിൽ നിന്നും തിരഞ്ഞെടുത്ത 20 പേരെ ഇന്ത്യയിലേക്ക് അയക്കാൻ അധികൃതർ തീരുമാനിച്ചു. ജഗദീഷ് മിത്ര കൗറ, ഫൗജ സിംഗ്, C ഗോപാലകൃഷ്ണമൂർത്തി റെഡ്ഡി, SC ബർദാൻ, ഫണീന്ദ്രനാഥ് റോയ്, G ശാന്താപിള്ള, വഖം ഖാദർ, മുഹമ്മദ് ഗനി, K കൊച്ചുഗോവിന്ദൻ, M ഗംഗാധരൻ, K മത്തായി മാമൻ, CP ഈപ്പൻ, A ആൻഡ്രോസ്, ലിയോ ഡിക്രൂസ്, ബോണിഫേസ് പെരേര, KA ജോർജ്, M ജോർജ്, A അനന്തൻ നായർ. ഇവരെ 4 സംഘങ്ങളായി തിരിച്ചു. 2 സംഘങ്ങൾ ജലമാർഗവും 2 സംഘങ്ങൾ കരമാർഗവുമാണ് ഇന്ത്യയിലെത്തേണ്ടത്. ജലമാർഗമുള്ള 1ാമത്തെ സംഘം ബോണിഫേസ് പെരേരയുടെ നേതൃത്വത്തിൽ പെനാംഗിൽ നിന്നും യാത്ര തിരിച്ചു. ജലമാർഗമുള്ള 2ാമത്തെ സംഘം വഖം അബ്ദുൽ ഖാദർ, ഈപ്പൻ, KA ജോർജ്, മുഹമ്മദ് ഗനി എന്നിവർ അനന്തൻ നായരുടെ നേതൃത്വത്തിൽ 1942 സെപ്റ്റംബർ 18 രാത്രി 10 മണിക്ക് ഒരു ജാപ്പാൻ സൈനിക അന്തർവാഹിനിയിൽ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു.
illallah. La ilaha illallah, la ilaha illallah. الله أكبر الله أكبر. താനൂർ ദേശത്തിങ്ങളുള്ളവർക്ക് അംശം അധികാരിയുടെ അറിയിപ്പ്. എന്തെന്നാൽ നമ്മുടെ ദേശത്തെ ജാപ്പാൻകാർ എന്ന അക്രമികൾ ആക്രമിക്കുവാൻ സാധ്യതയുള്ള വിവരം ദേശക്കാരെ അറിയിച്ചുകൊള്ളുന്നു. അതിനാൽ തീരദേശവാസികൾ ജാഗ്രതരായിരിക്കുകയും വല്ല വിവരവും കിട്ടുന്നവർ പഞ്ചായത്ത് കോടതിയെ അറിയിക്കേണ്ടതുമാകുന്നു. താനൂർ ദേശത്തിങ്ങളുള്ളവർക്ക് അംശം അധികാരിയുടെ അറിയിപ്പ്. എന്തെന്നാൽ നമ്മുടെ ദേശത്തെ ജാപ്പാൻകാർ എന്ന അക്രമികൾ ആക്രമിക്കുവാൻ സാധ്യതയുള്ള വിവരം ദേശക്കാരെ അറിയിച്ചുകൊള്ളുന്നു. അതിനാൽ തീരദേശവാസികൾ ജാഗ്രതരായിരിക്കുകയും വല്ല വിവരവും കിട്ടുന്നവർ പഞ്ചായത്ത് കോടതിയെ അറിയിക്കേണ്ടതുമാകുന്നു. എന്താ പ്രസിഡന്റ്, അംശക്കാരും മറ്റും ചെണ്ടക്കായിട്ട്? ഹസനാർ കുട്ടി അറിഞ്ഞില്ലേ? ജാപ്പാൻകാർ വരുന്നുണ്ട് അത്രേ കമ്പനി സർക്കാരിനെ തോൽപ്പിക്കാനേ. എന്നിട്ട് നാട്ടുകാരെ വിവരം അറിയിച്ചതാ. കടപ്പുറത്ത് 2 കോസ്റ്റ് ഗാർഡ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്നാ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. താനൂർ ദേശത്തിങ്ങളുള്ളവർക്ക് അംശം അധികാരിയുടെ അറിയിപ്പ്. എന്തെന്നാൽ നമ്മുടെ ദേശത്തെ ജാപ്പാൻകാർ എന്ന അക്രമികൾ ആക്രമിക്കുവാൻ സാധ്യതയുള്ള വിവരം ദേശക്കാരെ അറിയിച്ചുകൊള്ളുന്നു. അതിനാൽ തീരദേശവാസികൾ ജാഗ്രതരായിരിക്കുകയും വല്ല വിവരവും കിട്ടുന്നവർ പഞ്ചായത്ത് കോടതിയെ അറിയിക്കേണ്ടതുമാകുന്നു.
الله أكبر الله أكبر. എനിക്കിനി വയ്യ. വല്ല ചെറു വള്ളങ്ങളെയും കണ്ടെത്തിയാൽ മതിയായിരുന്നു. നമ്മൾ ഏകദേശം കരക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഉണക്കമീനിന്റെ മണം വരുന്നു. ഹലോ, ഏയ് ഒന്നുകൂടെ അടുത്ത് വരി. ഞങ്ങളും നിങ്ങളെപ്പോലെ മനുഷ്യർ തന്നെയാ. ഇത് കോഴിക്കോടല്ല, കോഴിക്കോടിനടുത്തുള്ള ഏതോ ഗ്രാമമാണ്. ഞങ്ങളുടെ ബോട്ട് മുങ്ങിപ്പോയി. അങ്ങനെ കരയ്ക്ക് നിന്ന് കയറിയതാ. നിങ്ങൾ ഞങ്ങൾക്കല്പം ചായയും പലഹാരവും വാങ്ങിത്തരണം. ആകെ തണുത്ത് അവശരായിട്ടിരിക്കുക.
അവർ തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. അതൊരു 10 രൂപ നോട്ടാണ്. അപ്പോ ചായയും പലഹാരവും നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടുകയാണ് വേണ്ടത്. ഈ പാതിരാത്രിയിലോ? ഞാനില്ല. എന്തായാലും അല്പം വിശ്രമിച്ചിട്ട് പോയാൽ മതി. ചിലപ്പോൾ ചായയും പലഹാരവും കൊണ്ടുവന്നാലോ? എടാ ഞമ്മ എന്താക്കല്? നമുക്കിത് പകുത്തെടുക്കാം. എന്താടാ ഇത്? 10 റുപ്യന്റെ നോട്ട്. എവിടുന്നാണ്? അത് കടപ്പുറത്തുനിന്ന് കിട്ടിയതാ. സത്യം പറടാ, ഇത് റംസാൻ മാസാണ്. ഇന്ന് ബദിരീങ്ങളാണ്ടാണ്. അത് ഞങ്ങ കടപ്പുറത്ത് കാവൽ നിൽക്കാണ് എഴുതിയത്. അപ്പൊ കടലിൽ നിന്ന് കാലറൊട്ട 5-6 ആളില് കേറി വരാണ് എഴുതിയത്. അപ്പൊ ഞങ്ങ പേടിച്ച്. الصلاة خير من النوم. الصلاة خير من النوم. ആരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്? സംഗതി കുഴപ്പമായെന്നാ തോന്നുന്നു. നിങ്ങളോട് പാണ്ഡ്യാലപ്പുരയിലേക്ക് ചെല്ലാൻ. ആ ഇങ്ങ എണീക്കി, ഞങ്ങളൊപ്പം വരി. ഇങ്ങ എണീക്കിന്ന്. എണീക്ക്. ആ വരി വരി, ഇങ്ങോട്ട് നടക്കി. എന്തായി പ്രസിഡന്റ്? പാണ്ഡ്യാലപ്പുരയിലേക്ക് കൊണ്ടുപോണ്ട്. ഈ അങ്ങോട്ട് നടന്നാ ഞാനിപ്പോ അങ്ങോട്ട് വരാം. ശരി. ഇങ്ങോട്ട് പോര്. ഞങ്ങൾ തിരുവിതാംകൂറുകാരാ.
കടൽ കാണാൻ ഇറങ്ങിയതാ. ഞങ്ങളുടെ ബോട്ട് തകർന്നുപോയി. എങ്ങനെയെങ്കിലും ഒന്ന് കോഴിക്കോട്ടെത്തണം. ദയവ് ചെയ്ത് അങ്ങ് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എന്താ? മൂസൊക്കെ ഇല്ലേ? അകത്തുണ്ട്. ആ എന്താടോ? പിടിച്ചിക്കണേ മാനെ, പിടിച്ചിക്കണേ. എന്ത് പുലിവാലാണ്ടോ താൻ പിടിച്ചത്? കടപ്പുറത്ത് ജാപ്പാൻകാരെ പിടിച്ചിക്കണേ. എന്നാ കോയമ്പട്ടിക്ക് നടന്നോ, ഞാൻ പുറകെ വരാം. എന്താ പ്രശ്നം? ഒന്ന് ഫോൺ ചെയ്യണം. ഹലോ ഹലോ, തിരൂരല്ലേ? തിരൂര്, ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ മൂസയാണ്. മൂസ, ഇവിടെ കുറച്ച് ചാരന്മാരെ പിടികൂടിയിട്ടുണ്ട്. അതെ, ജപ്പാൻകാര്. അതെ അതെ, ശരി സാർ, ശരി സാർ. എന്താ അസ്നാട്ടിയെ? എന്താ? എന്ത് പറ്റി മൂസാക്ക? അറിഞ്ഞോ, കടപ്പുറത്ത് ജപ്പാൻകാരെ പിടിച്ചിരിക്കണല്ലോ. ജാപ്പാൻകാരോ? പ്രസിഡന്റ് കുഞ്ഞുകോയമുട്ടിക്ക വന്ന് അറിയിച്ചതാ. എന്നിട്ട് തിരൂർ എസ് ഐ ഹസൻ ഹമീദ് ഖാനി കണ്ണം മജിസ്ട്രേറ്റിന് ഞാൻ ഇപ്പൊ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇനി എന്തെല്ലാം കുലുമാലാണാവോ ഉണ്ടാവാൻ പോണത്. എന്നാ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. കുട്ടി അവിടെ ഇരിക്ക്. പട്ടാളം വരാണ്ട് എത്തി നോക്കാൻ പറ്റൂല. എന്തൊക്കെ ആയുധം അവിടെ കയ്യിൽ നമുക്ക് അറിയാൻ പറ്റുമോ? എന്നാ കുട്ടിയാണ്ട് നടന്നോ, ഞാൻ പുറകെ വരാം. കോയമുട്ടിക്ക, കോയമുട്ടിക്ക, നിങ്ങൾ അങ്ങനെ തന്നെ അല്ലേ? അവർ ശരിക്കും ചാരന്മാരല്ലേ? കാനനച്ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. നിങ്ങളൊക്കെ? ഞാൻ ഇവിടുത്തെ പോലീസ് ഔട്ട് പോസ്റ്റിലെ ഹെഡ് കോൺസ്റ്റബിളാ, മൂസ. താങ്കൾ കോൺഗ്രസ്സുകാരനാണല്ലേ? അതെ. എന്തിനാ ഞങ്ങൾ എങ്ങനെയിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? ഞങ്ങൾ സ്റ്റുഡൻസാ, പിക്നിക്കിന് ഇറങ്ങിയതാ. ബോട്ട് കടലിൽ വെച്ച് തകർന്നുപോയി. എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണം. വല്ലതും കഴിച്ചിട്ട് തന്നെ മണിക്കൂറുകളായി. ഇവിടെ റംസാൻ ആയതുകൊണ്ടാവും. അതിന് ഞങ്ങൾ യാത്രക്കാരല്ലേ? താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ മാതൃഭൂമി പത്രത്തിന്റെ കറസ്പോണ്ടന്റ് ആണ്. ഓഹോ, അപ്പൊ പത്രപ്രവർത്തനം ഉണ്ടല്ലേ? ഇതാ പിടിക്കേ. ആ ആ, ഞങ്ങൾക്കൊക്കെ നോമ്പാ. കഴിക്ക്. മതി.
ആ വാതിലൊന്ന്. താങ്കളുടെ പേര്? അസനാർ കുട്ടി. ഞാൻ അബ്ദുൽ ഖാദർ. ഇവരൊക്കെ എൻ്റെ സഹപ്രവർത്തകര്. ഓഹോ. ഞങ്ങളെ കണ്ടിട്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു? മനസ്സിലായില്ല. അയ്യനെ കുറിച്ച് കേട്ടിരിക്കുമല്ലോ. അതെ. ഞങ്ങൾ അതിന്റെ ഭാഗമാണ്. സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണ്. അപ്പോ നിങ്ങൾ ഇവിടെ? ഞങ്ങൾ പെനാങ്കിൽ നിന്നും ഒരു മുങ്ങിക്കപ്പലിൽ പുറപ്പെട്ടതാണ്. കോഴിക്കോടൻ ധരിച്ച് ഇവിടെ നീന്തി കയറുകയായിരുന്നു. ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ജാപ്പാനിലുണ്ട്. രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി കഠിനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വല്ല പ്രത്യാശയും? വളരെ അടുത്ത് തന്നെ നമ്മൾ മോചിതരാകും. പക്ഷേ അതെങ്ങനെ സാധ്യമാണ്? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ യുദ്ധാന്തരീക്ഷത്തിൽ. അതായത് വിദേശത്തുള്ള ഇന്ത്യൻ വംശജർ രൂപീകരിക്കുന്ന ഇന്ത്യൻ സൈന്യം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്ത് കയറും. അതേസമയം തന്നെ ഇന്ത്യക്കുള്ളിൽ ഇന്ത്യൻ ജനതയെ നമ്മളൊരു അന്തിമ സമരത്തിനിറക്കുക. അങ്ങനെ അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള സമരങ്ങളെ ചെറുത്തു നിൽക്കാനാവാതെ ബ്രിട്ടീഷുകാർ മുട്ടുമടക്കിക്കൊള്ളും. ഇതാണ് നേതാജിയുടെയും ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെയും പദ്ധതി. പക്ഷേ ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു സമരത്തിന് സമയമായില്ലെന്നല്ലേ ഗാന്ധിജി പറയുന്നത്? മാത്രവുമല്ല, ജാപ്പാന്റെ തള്ളിക്കയറ്റം ഉണ്ടാവില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അതൊക്കെ ബ്രിട്ടീഷ് ചായ്വുള്ള ചില പത്രങ്ങളുടെ കണ്ടുപിടുത്തങ്ങളാണ്. ഒരു കുമാരൻ നായർ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് വല്ല വിവരങ്ങളും പത്രങ്ങളിൽ? ഇല്ല. ഇവരെന്തിനാ നമ്മളെ ഇങ്ങനെ ഇട്ട് പൂട്ടിരിക്കുന്നത്? അസനാരുട്ടി, ഒന്ന് വിളിച്ചു പറയുമോ ഇവരോട്? സമയം കഴിഞ്ഞിരിക്കുന്നു സഹോദരന്മാരെ. ഇനി ഇവർ വിചാരിച്ചാൽ പോലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാരമില്ല ഹസൈനാർകുട്ടി, ഞങ്ങൾ ഞങ്ങളുടെ ജീവനും സമ്പത്തും എന്നേ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യും. തീർച്ച. ഇന്നല്ലെങ്കിൽ നാളെ താങ്കൾക്ക് ആ പൊൻപുലരി ദൈവം പ്രദാനം ചെയ്യട്ടെ. എവിടെ? മോളുണ്ട് സാർ. കോൺസ്റ്റബിൾ, യെസ് സാർ. അവരിന്ന് എത്തിയെന്ന് തോന്നുന്നു. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ഓപ്പൺ. യെസ് സാർ. ഹാൻഡ്സ് അപ്പ്. ഡോണ്ട് മൂവ്. അനങ്ങി പോകരുത്. യെസ് സാർ. Quick. Come on. Move. Quick. നടക്ക്.
അകത്തേക്ക് കയറി. മുത്താഴം കരുതിയിട്ടുണ്ട്, കഴിക്കാം. വേണ്ട. ഇന്ന് കടപ്പുറത്തുനിന്ന് പിടിച്ചുകൊണ്ടു പോയ ജാപ്പാൻകാരെ കണ്ടിരുന്നോ? അവരതിന് ജാപ്പാൻകാരല്ല, ഇക്കാക്കാനെ പോലെ സ്വാതന്ത്ര്യ സമര സേനാനികളാ. അതറിഞ്ഞപ്പോഴാ ഞാൻ ആളെ അയച്ചത്. അവരുടെ നേതാവിനെ കണ്ട കുഞ്ഞിക്കാതർ കാക്ക തന്നെ. നല്ല സൂര്യത നിറഞ്ഞ മൊഞ്ചുള്ള മുഖം, പേരും നിങ്ങളെ പന പോലെ തന്നെ, അബ്ദുൽ ഖാദർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഉമ്മ ഉമ്മ, നമ്മുടെ ഉപ്പൂപ്പാനെ തൂക്കിക്കൊന്ന പോലെ ഇവരെയും തൂക്കിക്കൊല്ലോ. എന്തിനാ ഉമ്മ നമ്മളെ ഉപ്പാപ്പാനെ തൂക്കിക്കൊന്നത്? ഉമ്മ പറഞ്ഞു തരാം മക്കളെ. 21 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1921 എൻ്റെ ഉപ്പ കുഞ്ഞിക്കാദർ സാഹിബും ചങ്ങാതി ആമിനുമാനകത്ത് പരീക്കുട്ടി മുസ്ലിയാരും ബ്രിട്ടീഷുകാർക്കെതിരെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ അണിചേർന്ന കാലം. ബ്രിട്ടീഷ് കോയ്മയ്ക്കെതിരെ മാപ്പിള മക്കൾ സന്ധിയില്ലാ സമരം ആരംഭിച്ചു. അവരെ തകർക്കാനായി തിരൂരങ്ങാടിയിലും പൂക്കോട്ടൂരിലും പട്ടാളമിറങ്ങി. മമ്പുറം പള്ളി പട്ടാളം തകർക്കുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ എല്ലായിടത്തും പരന്നു. അന്ന് ഉമ്മ ചെറിയ കുട്ടിയായിരുന്നു. പലരും ഓടി രക്ഷപ്പെട്ടു. ചിലർ വെടിയേറ്റു വീണു. പാപ്പയെ പട്ടാളം പിടിച്ചുകൊണ്ടുപോയി. ഉമ്മയിത്താനകത്ത് കുഞ്ഞിക്കാദർ കമ്പനി സർക്കാരിനെതിരെ മാപ്പിളമാരെ സംഘടിപ്പിക്കുകയും ലഹള നടത്തുകയും ചെയ്തു എന്ന കുറ്റത്തിന് ബ്രിട്ടീഷ് സർക്കാർ നിങ്ങളെ തൂക്കിലേറ്റുകയാണ്. മിസ്റ്റർ കുഞ്ഞിക്കാദർ, അവസാനമായി താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, ഞമ്മക്കൊരു പൂതിയുണ്ട്. അത് നമ്മളെ നാടിന്റെ സ്വാതന്ത്ര്യമാണ്. ഞമ്മക്ക് നമ്മളെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയാൽ മതി. തക്ബീർ, അല്ലാഹു അക്ബർ. തക്ബീർ, അല്ലാഹു അക്ബർ. തക്ബീർ, അല്ലാഹു അക്ബർ. എഴുന്നേക്ക്. വേഗം ഇങ്ങോട്ട് മാറി നിൽക്കടാ. സാർ,
സാർ, വണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. പറഞ്ഞ പോലെ എല്ലാവരെയും രാത്രി ഓരോ സ്റ്റേഷനിലേക്ക് മാറ്റുക. യെസ് സാർ. വണ്ടി എടുക്ക്. സാർ, ഞാനെല്ലാം പറയാം സാർ, ഞാനെല്ലാം പറയാം സാർ. എനിക്ക് വെള്ളം വേണം, വെള്ളം വേണം. ഞാൻ പറയാം സാർ, ഞാനെല്ലാം പറയാം, ഞാനെല്ലാം പറയാം. വേഗം. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയു നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ. ലാലാ 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 ലാലാ. കാതരെ, അനന്തൻ നായർ അയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണുന്നില്ലല്ലോ. അയാളെ വല്ലതും എനിക്കാകെ ഭയമാകുന്നു. എന്തോ എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. നോ, ഇല്ല. എന്ത് തന്നെ സംഭവിച്ചാലും നാം പതറരുത്. ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചവരാണ് നമ്മൾ. സമ്മതിച്ചു കൊടുക്കരുത്. നാം നമ്മുടെ ദൗത്യം അത് നിറവേറ്റിയേ ആകണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കൊടി ഈ മണ്ണിൽ പാറിപ്പറക്കണം മിസ്റ്റർ ജോർജ്.
സർ. നിങ്ങളെക്കുറിച്ചുള്ള സകല വിവരങ്ങളും ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയൊന്നും മറച്ചു വയ്ക്കണ്ട. എല്ലാം തുറന്ന് സമ്മതിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അത് ഞങ്ങൾ പിക്നിക്കിന് ഇറങ്ങിയതാണ്. കടലിൽ വെച്ച് ഞങ്ങളുടെ ബോട്ട് തകർന്നുപോയി. മിസ്റ്റർ ഈപ്പൻ, നിങ്ങളുടെ നേതാവ് അനന്തൻ നായർ ഞങ്ങളോട് എല്ലാ വിവരങ്ങളും പറഞ്ഞു കഴിഞ്ഞു. പറയൂ, എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പേര്? CP ഈപ്പൻ. സ്ഥലം? വെണ്ണിക്കുളം. വയസ്സ്? 22. ഉദ്ദേശം? കടപ്പുറത്ത് അന്തർവാഹിനിയിൽ വന്നിറങ്ങിയതാണ്. എന്തിന്? ചാരപ്പണിക്ക്. ആർക്ക്? ജപ്പാൻകാർക്ക്. സർ, സത്യമായി ഞാൻ ചാരപ്പണി ഉദ്ദേശിച്ചു വന്നതല്ല. യുദ്ധമുഖത്തെ ഭീതി മൂലം മലായിയിൽ പട്ടിണി കിടന്ന് നിരകിക്കുമ്പോൾ നിവൃത്തിയില്ലാതെ ഇവരുടെ കൂടെ കൂടിയതാണ്. യഥാർത്ഥത്തിൽ എങ്ങനെയും നാട്ടിലെത്തി രക്ഷപ്പെടുക എന്ന ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. സാർ, എന്നെ രക്ഷിക്കണം സാർ. പേര്? മുഹമ്മദ് ഗനി. വയസ്സ്? 18. സ്ഥലം? തൃച്ചിനാപ്പള്ളി. സർ, വാട്ട് ഈസ് യുവർ നെയിം? SA ആനന്ദ്. പ്രോപ്പർ പ്ലേസ്? തിരുവനന്തപുരം. നിങ്ങൾ എവിടെ വെച്ചാണ് ഈ ചാര സംഘടനയിൽ ചേർന്നത്? പെനാങ്ക്. പറയൂ, ആരാണ് നിങ്ങളുടെ സംഘത്തിന്റെ പിന്നിൽ? എന്താണ് നിങ്ങളുടെ സംഘത്തിന്റെ പേര്? സാർ, ഞാനെല്ലാം പറയാം. എനിക്കൊരു കടലാസും പേനയും തരൂ. ഞാനെല്ലാം അതിൽ വ്യക്തമാക്കാം. ബഹുമാനപ്പെട്ട ബ്രിട്ടീഷ് സർക്കാർ സമക്ഷത്തിങ്കിലേക്ക്. സാർ, ഞാനും എൻ്റെ കൂടെയുള്ളവരും പെനാങ്ക് ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ സൈനിക വിഭാഗമായ ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA-യിലെ സൈനികരാണ്. സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും തുടർന്ന് ആത്മഹത്യാ സ്ക്വാഡിലും പരിശീലനം പൂർത്തിയാക്കിയ ഞങ്ങളെ
ഇന്ത്യയിൽ സംഘടനയ്ക്ക് പ്രചാരം നൽകുവാനും ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ചാരപ്രവർത്തനത്തിനുമായി നിയോഗിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ 1942 സെപ്റ്റംബർ 18 ഒരു അന്തർവാഹിനിയിൽ പുറപ്പെട്ട ഞങ്ങൾ താനൂരിൽ എത്തിച്ചേരുകയായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ പതറാൻ പാടില്ലായിരുന്നു. നിങ്ങൾ നമ്മുടെ പ്രതിജ്ഞ മറന്നു. ഇതും ഇതിലപ്പുറവും പ്രതീക്ഷിച്ചവരാണ് നമ്മൾ. മിസ്റ്റർ ജോർജ്, നിങ്ങൾ ധൈര്യം കൈവിടരുത്. ഇവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഇതൊന്നും കിട്ടാനും പോകുന്നില്ല. രാജ്യത്തിന്റെ പ്രഥമ സൈനികരാണ് നമ്മൾ. നമ്മൾ പതറിയാൽ എല്ലാം തകരാറിലാവും. ഇന്നു മുതൽ ഞാൻ എൻ്റെ ജീവൻ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടായാലും ഞാനിതിൽ നിന്നും പിന്മാറുകയില്ല. ഇത് സത്യം, സത്യം, സത്യം. ജയ് ഹിന്ദ്. സർ, നിങ്ങളുടെ പേർ? ഖാദർ. നിങ്ങൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൽ ചേർന്നിട്ട് എത്ര കാലമായി? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ലീഗിനെ കുറിച്ച് അറിയില്ല. മിസ്റ്റർ ഖാദർ, നിങ്ങൾ ഞങ്ങളോടൊന്നും മറച്ചു വെക്കണ്ട. ഞങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളെല്ലാം ഏറ്റുപറയുന്നതാണ് നല്ലത്. പറഞ്ഞില്ലേ, എനിക്കൊന്നും അറിയില്ല. ഉപജീവന മാർഗം തേടിപ്പോയതാണ് മലയായിലേക്ക്. സിംഗപ്പൂർ നേവൽ ബേസിൽ ഫോൺ അറ്റൻഡറായിട്ട് ജോലി ചെയ്തിരുന്നു. ഇപ്പൊ പെനാങ് വിമാനത്താവളത്തിൽ സർവേയറാണ്. ജോലി സംബന്ധമായിട്ടല്ലാതെ എനിക്ക് ആ രാജ്യങ്ങളോട്ട് ബന്ധമൊന്നുമില്ല. നോ നോ നോ, നിങ്ങൾ INA-യുടെ ആളാണ്. നിങ്ങളെക്കുറിച്ചുള്ള സകല വിവരങ്ങളും നിങ്ങളുടെ നേതാവ് ആനന്ദ് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുന്നതാണ് നല്ലത്. എനിക്ക് അയാളെ പോലെ സഹകരിക്കാൻ കഴിയില്ല. എനിക്ക് ആരും അറിയില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ സബ്മറീനിൽ വന്നു? സത്യം തുറന്നു പറയുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞങ്ങളത് പറയിപ്പിക്കും. ബ്രിട്ടീഷ് നായേ, നീയെല്ലാം നിന്റെ മുഴുവൻ പട്ടികളും ഒരുമിച്ച് കുറച്ചാലും എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ബ്ലഡി നോൺസെൻസ്. ധിക്കാരം പറയുന്നു. സത്യം പറയടാ, ആർക്ക് വേണ്ടിയാ നീ ചാരപ്പണി ചെയ്യുന്നത്? പറയടാ പട്ടി.
ഞാൻ ആരുടെയും ചാരനല്ല, പടയാളിയാ ഞാൻ. പടയാളി, ചാവേർ പടയാളി. ഇനി എന്താ അറിയേണ്ടത്? ചോദിക്ക, ഇനി എന്താ അറിയേണ്ടത്? പക്ഷെ ഒന്നോർത്തോ, ഭാണ്ഡം മുറുകിക്കോ. നിങ്ങൾ ഇവിടെ നിന്നും കെട്ടുകെട്ടേണ്ട സമയം എടുത്തിരിക്കുന്നു. നെക്സ്റ്റ്. സാർ, ഞാൻ ജോർജ്. ചാരപ്രവർത്തനത്തിന് സമ്മതിച്ചിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് കൂടുതലായൊന്നും അറിയില്ല. കൂടെയുള്ളവരെ അന്തർവാഹിനിയിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. പക്ഷേ ഈ പേരും പറഞ്ഞ് നാട്ടിലെത്തി എങ്ങനെയും രക്ഷപ്പെടണം എന്നായിരുന്നു ഉദ്ദേശം. നിങ്ങൾ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നിട്ട് എത്ര കാലമായി? ഇല്ല സാർ, എനിക്ക് അങ്ങനെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അറിയില്ല. നീയാണല്ലേ ഖാദർ? ഞാൻ CID ഇൻസ്പെക്ടർ ഗോപാലകൃഷ്ണൻ നായർ നിന്റെ അടുത്തു നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വന്നതാണ്. എല്ലാം തുറന്നു പറയുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിനക്ക് മുമ്പ് വന്ന കുമാരൻ നായരുടെ സ്ഥിതിയായിരിക്കും നിനക്കും. പറ, ആരാണു നീ? ഇന്ത്യയിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ? സൈനികൻ, അരവിന്ദ് ഘോഷ് നയിക്കുന്ന പ്രഥമ ഇന്ത്യൻ സൈന്യത്തിലെ അംഗം. ഉദ്ദേശം എന്റെ മണ്ണിനെ മോചിപ്പിക്കൽ. ഇതെന്റെ മണ്ണാണ്, ഞങ്ങളുടെ മണ്ണാണ്. ഇവിടെ ബ്രിട്ടീഷ് ആധിപത്യം അനുവദിക്കില്ല. പറയൂ, എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത്? മലയായിലെ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ആത്മഹത്യാ സ്ക്വാഡിലും പരിശീലനം പൂർത്തിയാക്കി പിറന്ന നാടിനെ മോചിപ്പിക്കുന്ന ദൗത്യവുമായി എത്തിയിരിക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ളവരുമായി നിങ്ങൾക്കുള്ള ബന്ധം? കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല. അന്തർവാഹിനിയിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അല്ല, അവർ നിങ്ങളുടെ കൂടെയുള്ളതാണ്. അല്ല, അനന്തൻ നായർ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആരെയും അറിയില്ല. നിനക്കറിയാം, നീ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നീയാണ് അവരുടെ നേതാവ്. മോനെ, സാമ്രാജ്യത്തിന് തൊലയട്ടെ, ഭാരത മക്കളുടെ പോരാട്ടം വിജയിക്കട്ടെ. സാമ്രാജ്യത്തിന് തൊലയട്ടെ. വന്ദേ മാതരം, വന്ദേ മാതരം.
இந்தா சாப்பிடு. இது சென்ட் ஜார்ஜ் கோட்டை, வேணும்னா சாப்பிடு. സാർ, കുറച്ച് വെള്ളം സാർ. തണ്ണി തണ്ണി. கையை காட்டு. സാർ, എനിക്കൊന്ന് കക്കൂസ് പോണം. அங்க ஒரு தூரம் பாத்தியா? വെള്ളം. സാർ, എന്തെങ്കിലും എനിക്കൊന്ന് കുളിക്കണം. சீக்கிரம் பண்ணு. டேய் காதர், கூட்டுக்காரெல்லாம் இங்கே தான் இருக்கு. அப்புறம் பரோடாவில் இருந்து 10-15 பேரை கூட இங்கே கொண்டு வந்திருக்கான். டேய், அந்த வாடம் வர்றாரு, சீக்கிரம் பண்ணு. What look this is? Do you have any problems here? യെസ് സാർ. Tell me. കാൽച്ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഇരുട്ടറയിൽ കിടക്കാൻ മാത്രം ഞങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തത്? കുളിച്ചിട്ട് തന്നെ ആഴ്ചകളായി. சாப்பாடே கிடைக்கல. கிடைக்கிற சாப்பாடு திகையவே இல்லை.
ஏய் கதர் உங்க அப்பா பார்க்க வந்திருக்கான், சீக்கிரம் வா. ചെല്ലേ. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. മോനെ, നിന്റെ കത്ത് വളരെ വൈകിയാണ് ബാപ്പാക്ക് കിട്ടിയത്. എങ്ങനെയാണ് ഖാദർ നിങ്ങൾ ഇവിടെ എത്തിയത്? ഇന്ത്യൻ നാഷണൽ ആർമിയിലെ ഒരംഗമാണ് ഞാൻ. ചില ആവശ്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തേക്ക് വന്നു, പിടിക്കപ്പെടുകയും ചെയ്തു. പിന്നെ മജീദ്ക്ക് എനിക്കൊരു ഉപകാരം ചെയ്യണം. പറയൂ. എനിക്കൊരു വക്കീലിനെ ഏർപ്പാടാക്കി തരണം. മിസ്റ്റർ തേജ് ബഹദൂർ സുബ്രവിനെയോ അല്ലെങ്കിൽ മിസ്റ്റർ നരിമാനെയോ. ഞാൻ ശ്രമിക്കാം. പിന്നെ എന്തെങ്കിലും? പറ്റുമെങ്കിൽ ചങ്ങമ്പുഴയുടെ രമണന്റെ ഒരു കോപ്പി എനിക്ക് എത്തിച്ചേരണം. പിന്നെ നമ്മളെ റഹീമിനൊരു ജോലി കിട്ടി. കടപ്പുറത്ത് കാവല, സർക്കാർ പണി. വേണ്ട വാപ്പാ, നമുക്ക് ഈ സർക്കാർ ജോലി സ്വീകരിക്കാൻ പാടില്ല. നമുക്കത് ഹറാമാണ്. പിന്നെ വാപ്പാ, സ്വന്തം വാപ്പയോട് പോലും സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? എന്തായി? ഉമ്മ, ഉമ്മ വലികാക്ക വന്നോ? ഉമ്മ വലികാക്ക വന്നോ? ഉമ്മ കൂട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞോ? നാളെ മഹാത്മാഗാന്ധി തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. ക്ലാസ് കട്ട് ചെയ്തിട്ടാണെങ്കിലും ശരി, നമുക്ക് ഗാന്ധിജിയെ കാണണം. തിരുവനന്തപുരത്ത് പോയിട്ടോ? അല്ല, കടക്കാവൂർ റെയിൽവേ സ്റ്റേഷൻ വരെ പോയാൽ മതി. ഉമ്മ, ഉമ്മ, ഞാനിന്ന് ഗാന്ധിജിയെ കണ്ടു. കൈപിടിച്ച് മുത്തി.
ബാവക്കുഞ്ഞ്, നിന്റെ മോന്റെ പോക്ക് അത്ര ശരിയല്ല. അവന്റെ മേലെ ഒരു കണ്ണു വേണം. അപ്പൊ പറഞ്ഞ ഓർമ്മണ്ടല്ലോ? അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. നമ്മൾ തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം വെച്ച് പറഞ്ഞതാ. ശരി. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, മഹാത്മാ ഗാന്ധി സിന്ദാബാദ്, മഹാത്മാ ഗാന്ധി സിന്ദാബാദ്, മഹാത്മാ ഗാന്ധി സിന്ദാബാദ്, മഹാത്മാ ഗാന്ധി സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് 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 സിന്ദാബാദ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, 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 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. ഈ എങ്ങോട്ടാ? ബാങ്ക് കൊടുത്ത് കേട്ടില്ലേ? ഏതായാലും ഓന്റെ പരീക്ഷ ആയിട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. മോൻ പോയി വാ, നന്നായി വരും. ചെല്ലേ. ഇത്ര തിടുക്കം വേണ്ടായിരുന്നു. മെട്രിക്കുലേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് മദിരാശിക്ക് അയച്ച് പഠിപ്പിച്ചൂടെ? ബോധിയില്ലാത്തോണ്ടൊന്നും അല്ല നായരെ. കേസ് വിചാരണ എടുക്കുക അല്ലെങ്കിൽ വിട്ടയക്കുക. 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 കേസ്
വിചാരണക്കെടുക്കുക അല്ലെങ്കിൽ ഞങ്ങളെ വിട്ടയക്കുക. കേസ് വിചാരണക്കെടുക്കുക അല്ലെങ്കിൽ ഞങ്ങളെ വിട്ടയക്കുക. തടവുകാരുടെ നിരാഹാര സമരം കാരണം സർക്കാർ എനിമി ഏജൻസ് ഓർഡിനൻസ് നമ്പർ 1 ഓഫ് 1943 എന്നൊരു ഓർഡിനൻസ് ഇറക്കുകയും ഇതിന് 1939 സെപ്റ്റംബർ 2 മുതൽക്കുള്ള മുൻകാല പ്രാബല്യം നൽകുകയും ചെയ്തു. തുടർന്ന് ഓർഡിനൻസ് പ്രകാരം സർക്കാർ ഒരു സ്പെഷ്യൽ കോടതി രൂപീകരിക്കുകയും ബല്ലാരി സെഷൻസ് കോടതി ജഡ്ജിയായിരുന്ന അയർലൻഡുകാരൻ ഇ മാക്കിനെ സ്പെഷ്യൽ കോടതിയിലെ ജഡ്ജിയായി നിയമിക്കുകയും ചെയ്തു. ഫെബ്രുവരി 15 പ്രധാനമായ 2 ആരോപണങ്ങളോടെ തടവുകാർക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു. ഒന്ന്, ഇന്ത്യയുടെ ഭരണവ്യവസ്ഥയെ അട്ടിമറിക്കാൻ ജാപ്പാന്റെ പ്രതിഫലം പറ്റുന്ന ഏജന്റുമാരായി ഇന്ത്യയിൽ വരികയും രണ്ടാമതായി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ രഹസ്യങ്ങൾ ചോർത്തി ജപ്പാൻ ഗവൺമെന്റിന് നൽകാനും ബ്രിട്ടീഷ് രാജാധികാരത്തെ മാനം കെടുത്താനും ലക്ഷ്യമിട്ടതായി കുറ്റപത്രത്തിൽ ആരോപിക്കപ്പെട്ടു. എനിമി ഏജൻസ് ഓർഡിനൻസ് നമ്പർ 1 ഓഫ് 1943 എന്ന ഓർഡിനൻസിന്റെ 3-ാം വകുപ്പനുസരിച്ച് 1-ാമത്തെ കുറ്റാരോപണവും ഇന്ത്യൻ പീനൽ കോഡ് 121 അനുസരിച്ച് 2-ാമത്തെ കുറ്റാരോപണവും ചാർജ് ചെയ്യപ്പെട്ടു. ആകെ 19 പ്രതികളും ഒരു മാപ്പ് സാക്ഷിയും. കേസന്വേഷണ ചുമതലയുണ്ടായിരുന്ന CID ഗോപാലകൃഷ്ണൻ നായർ തന്റെ ബന്ധുവായ തലശ്ശേരിക്കാരൻ ബാലകൃഷ്ണൻ നായരെ തന്ത്രപരമായി മാപ്പ് സാക്ഷി ആക്കുകയായിരുന്നു. അനന്തൻ നായരെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥർക്ക് ഒടുവിൽ ഒരു കാര്യം ബോധ്യമായി. അനന്തൻ നായർ പറയുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്കറിയില്ല. സ്വന്തം കാര്യം പോലും പറയാത്ത ഖാദർ മനഃപൂർവ്വം പറയാത്തതാണെന്നും അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുന്നത് പ്രയാസമാണെന്നും അവർ മനസ്സിലാക്കി. അങ്ങനെ എല്ലാം അറിയുന്ന അനന്തൻ നായരാണ് സംഘം നേതാവ് എന്നവരുറപ്പിച്ചു. കർക്കശ സ്വഭാവക്കാരനും ധിക്കാരിയുമായ ഖാദർ 1-ാം പ്രതിയും എല്ലാം അറിയുന്ന നേതാവെന്ന നിലയിൽ അനന്തൻ നായർ 2-ാം പ്രതിയും 3-ാം പ്രതി കെ ജോർജും 4-ാം പ്രതി CP ഈപ്പനും 5-ാം പ്രതി മുഹമ്മദ് ഗനിയും. പ്രതികളിൽ ചിലർ സ്വന്തം ചിലവിൽ അഭിഭാഷകരെ ഏർപ്പെടുത്തുകയും അതിന് കഴിവില്ലാത്തവർക്ക് സർക്കാർ നിയമസഹായം എന്ന നിലക്ക് അഭിഭാഷകരെ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ മദ്രാസ് ബാറിലെ പ്രമുഖ അഭിഭാഷകനായ രാജഗോപാല അയ്യങ്കർ, വക്കം അബ്ദുൽ ഖാദർ, മുഹമ്മദ് ഗനി, KA ജോർജ് എന്നിവർക്കു വേണ്ടി ഹാജരായി. പബ്ലിക് പ്രോസിക്യൂട്ടർ VN എത്തിരാജ് സർക്കാരിനു വേണ്ടിയും ഹാജരായി. കേസിന്റെ വിചാരണ ആരംഭിച്ചപ്പോൾ തന്നെ തനിക്ക് വേണ്ടി വാദിക്കാൻ ഒരു അഭിഭാഷകനെ പ്രത്യേകമായി നിയമിക്കണമെന്നും ആ അഭിഭാഷകനെ നിശ്ചയിക്കാനുള്ള അവകാശം തനിക്ക് നൽകണമെന്നും അനന്തൻ നായർ ആവശ്യപ്പെട്ടു. ഇത് ജഡ്ജിയെ ആശ്ചര്യപ്പെടുത്തിയെങ്കിലും അനുവദിച്ചു കൊടുത്തു. താൻ ബ്രിട്ടീഷ് സർക്കാരിനെ സഹായിക്കാൻ വന്ന പട്ടാള ഓഫീസറാണെന്നും തനിക്ക് സൈനിക പ്രാധാന്യമുള്ള പല രഹസ്യങ്ങളും ബോധിപ്പിക്കാനുള്ളതിനാൽ തന്നെ ഒറ്റയ്ക്ക് സ്വകാര്യമായി വിസ്തരിക്കണമെന്നും താൻ പറയേണ്ട കാര്യങ്ങളെല്ലാം എഴുതിത്തരാൻ അനുവദിക്കണമെന്നും ജഡ്ജിയോട് അഭ്യർത്ഥിച്ചു. ഏറെ കടത്തിപ്പറഞ്ഞിരിക്കുന്ന അനന്തൻ നായർക്ക് പക്ഷേ ഒന്നും ഫലിക്കാതെ പോയി. താൻ എന്നും ബ്രിട്ടീഷ് രാജാവിനോട് കൂറുണ്ടായിരുന്ന ആളാണെന്നും സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നത് തന്നെ ജപ്പാന്റെ രഹസ്യങ്ങൾ ചോർത്താനാണെന്നും ജപ്പാന്റെ സൈനിക രഹസ്യങ്ങളെക്കുറിച്ച് ഏറെ കാര്യങ്ങൾ അറിയാമെന്നും ഈ കേസിൽ നിന്നും മോചിതനായി കഴിഞ്ഞാലും ബ്രിട്ടീഷ് രാജാവിനു വേണ്ടി പ്രവർത്തിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്നും ബോധിപ്പിച്ചു. എന്നാൽ ഇതൊക്കെ വെറും വീൺവാക്കുകളായി മാത്രമേ കോടതി കണ്ടുള്ളൂ. മാത്രവുമല്ല, ജപ്പാന്റെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് യാതൊരു രഹസ്യവും അനന്തൻ നായരിൽ നിന്നും കോടതിക്ക് ലഭ്യമായില്ല. അനന്തൻ നായർക്കു വേണ്ടി സമയം നഷ്ടപ്പെടുത്തിയതിൽ പരിതപിച്ച ജഡ്ജ് മറ്റുള്ളവരെ കെണിയിൽ പെടുത്തിയിട്ടായാലും സ്വന്തം തടി രക്ഷിക്കാനുള്ള വഞ്ചനാത്മകമായ നിലപാടാണ് ഇയാൾ സ്വീകരിച്ചതെന്ന് കോടതി എടുത്തു പറഞ്ഞു. പ്രതികളുടെ പക്കൽ നിന്നും പല കേന്ദ്രങ്ങളിൽ വെച്ച് കണ്ടെടുത്ത നോട്ടുകളുടെ സീരിയൽ നമ്പറുകളുടെ സാമ്യതയും പ്രതികളെല്ലാം തന്നെ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയവരാണെന്നുള്ള കണ്ടെത്തലിലും പ്രതികൾ പരസ്പരം ബന്ധപ്പെട്ടവരാണെന്ന് കോടതി മനസ്സിലാക്കി. താനൂരിൽ വെച്ച് പരിചയപ്പെട്ടവരോട് തങ്ങൾ കോൺഗ്രസുകാരാണെന്നും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ വന്നതാണെന്നും നിങ്ങൾ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമെന്നും ഖാദർ പറഞ്ഞിരുന്നു. ഇത് ഖാദർ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ തെളിവായി. ആത്മഹത്യാ സ്ക്വാഡിലെ മുഴുവൻ അംഗങ്ങളുടെയും സമ്പൂർണ്ണ വിവരങ്ങൾ അറിയുന്നത് ഇയാൾക്ക് മാത്രമാണെന്നും സഹപ്രവർത്തകരെ അപകടപ്പെടുത്തിയിട്ടായാലും തനിക്ക് രക്ഷപ്പെടാമെന്ന ലക്ഷ്യത്തോടെ ഇയാൾ നടത്തിയ ആത്മവഞ്ചന കോടതിക്ക് കടുത്ത അമർഷമാണുണ്ടാക്കിയത്. ഈ സാഹചര്യത്തിൽ യാതൊരുവിധ ദയയും അനന്തൻ നായർ അർഹിക്കുന്നില്ല എന്ന് കോടതി പ്രത്യേകം എടുത്തു പറഞ്ഞു. അങ്ങനെ വക്കം അബ്ദുൽ ഖാദർ, അനന്തൻ നായർ, SC ബർദാൻ, ബോണി ഫെയ്സ്, ഫൗജ സിംഗ് എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി വിലയിരുത്തി.
IPC 121A അനുസരിച്ച് 5 വർഷത്തെ കഠിന തടവിനും എനിമി ഏജൻസ് ഓർഡിനൻസ് നമ്പർ 1 ഓഫ് 1943 വകുപ്പനുസരിച്ച് പ്രതികൾക്ക് വധശിക്ഷയും വിധിച്ചു. എന്നാൽ താൻ കുഴിച്ച കുഴിയിൽ അനന്തൻ നായർ സ്വയം വീഴുകയായിരുന്നു. കോടതി അനന്തൻ നായർക്ക് 5 വർഷത്തെ തടവിന് പകരം ജീവപര്യന്തം കഠിന തടവും പിന്നെ വധശിക്ഷയുമാണ് വിധിച്ചത്. സാമ്രാജ്യത്വം തുലയട്ടെ, ബ്രിട്ടീഷ് ആധിപത്യം തകരട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ, ബ്രിട്ടീഷ് ആധിപത്യം തകരട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ, ബ്രിട്ടീഷ് ആധിപത്യം തകരട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ, ബ്രിട്ടീഷ് ആധിപത്യം തകരട്ടെ. മറ്റു പ്രതികളുടെ കാര്യത്തിൽ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി ശിക്ഷിക്കാതെ വിടുകയാണുണ്ടായത്. എനിമി ഏജൻസ് ഓർഡിനൻസിന്റെ 9-ാം വകുപ്പ് അനുസരിച്ച് കേസിന്റെ നടപടിക്രമങ്ങൾ പുനഃപരിശോധിക്കാൻ ചുമതലപ്പെട്ട ഹൈക്കോടതി ജഡ്ജ് വേർഡ്സ്വർത്തിന്റെ മുന്നിൽ മാക്ക് വിധി പ്രസ്താവം സമർപ്പിച്ചു. വിധി പ്രഖ്യാപനത്തിൽ സൈനിക ഉദ്യോഗസ്ഥർ തീർത്തും അസ്വസ്ഥരായിരുന്നു. എല്ലാവർക്കും മരണശിക്ഷ എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ വെറുതെ വിട്ടവർക്ക് കൂടി വധശിക്ഷ ഉറപ്പാക്കാൻ സൈനിക അധികൃതർ അപ്പീൽ കോടതിയിലേക്ക് ശ്രദ്ധ തിരിച്ചു. എന്നാൽ ജസ്റ്റിസ് മാക്കിന്റെ സവിസ്തരമായ വിധിയെഴുത്ത് ശക്തവും വ്യക്തവും പഴുതുകളില്ലാത്തതുമായിരുന്നു. സെഷൻസ് കോടതി വെറുതെ വിട്ടവരെയെല്ലാം ഹൈക്കോടതിക്കും വെറുതെ വിടേണ്ടി വന്നു. എന്നാൽ തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തിലെ പ്രജയായ ബോണിഫേസ് ബി പെരേരയെ മറ്റൊരു നാട്ടുരാജ്യമായ ബറോഡയിൽ വെച്ചായിരുന്നു അറസ്റ്റ് ചെയ്തത് എന്ന കാരണത്താൽ കോടതിക്ക് അദ്ദേഹത്തെ വെറുതെ വിടേണ്ടി വന്നു. പ്രതികൾ ചെയ്തിരിക്കുന്ന കുറ്റം അതികഠിനമായ രാജ്യദ്രോഹമായതിനാൽ ഇവരെ ഉടൻ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചു. സ്വതന്ത്ര പോരാട്ടം, 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 ஒரு நியூஸ் வந்திருக்கான். சிங்கப்பூர்ல இந்தியன் இண்டிபெண்டன்ஸ் லீகுக்கும் INA-க்கும் தலைவர் பதவி நேதாஜி சுபாஷ் சந்திர போஸ் ஏத்திருக்கான். டேய் மாமன், இந்த விவரம் எப்படியாவது நீ காதர்கிட்ட சொல்லு. ബ്രിട്ടനെതിരെയുള്ള ഗാന്ധിജിയുടെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം AICC അംഗീകരിച്ചിരിക്കുന്നു. അതെ, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അധിപന്മാർക്ക് ഇന്ത്യ വിടുക എന്ന അന്ത്യശാസനം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ലോകത്തുള്ള എല്ലാ ഭാരതീയരെയും പോലെ ഇത് നമ്മെയും ആവേശഭരിതരാക്കുന്നു. നാം നമ്മുടെ രാജ്യത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് പതാക ഉയർത്തുകയാണ്.
വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ധീരപരാക്രമ ഭാരത പൗരരൊരുക്കിയ മുദ്രാവാക്യം, ജീവിത രക്തം കൊണ്ടു കുറിച്ചൊരു സത്യം, സ്വാതന്ത്ര്യം വേണം സ്വാതന്ത്ര്യം വേണം സ്വാതന്ത്ര്യം വേണം. വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. മരിക്കുവാൻ ഭയമൽപ്പം പോലും മനസ്സിലില്ലെന്നാലും പിറന്ന നാടിൻ മാനം കാക്കാൻ പൊരുതി മരിക്കുകയുള്ളൂ പൊരുതി മരിക്കുകയുള്ളൂ ഞങ്ങൾ പൊരുതി രചിക്കുകയുള്ളൂ. മരിക്കുവാൻ ഭയമൽപ്പം പോലും മനസ്സിലില്ലെന്നാലും പിറന്ന നാടിൻ മാനം കാക്കാൻ പൊരുതി മരിക്കുകയുള്ളൂ പൊരുതി മരിക്കുകയുള്ളൂ ഞങ്ങൾ പൊരുതി രചിക്കുകയുള്ളൂ. വന്ദേ മാതരം 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 വന്ദേ മാതരം. രക്തം നൽകൂ സ്വാതന്ത്ര്യം അത് ഞങ്ങൾ നൽകുകയില്ലേ, മൃത്യു ഭയക്കാതൊന്നിച്ചെപ്പോഴും അണിയണി ചേരുകയില്ലേ അണിയണി ചേരുകയില്ലേ നമ്മൾ അണിയണി ചേരുകയില്ലേ. രക്തം നൽകൂ സ്വാതന്ത്ര്യം അത് ഞങ്ങൾ നൽകുകയില്ലേ, മൃത്യു ഭയക്കാതൊന്നിച്ചെപ്പോഴും അണിയണി ചേരുകയില്ലേ അണിയണി ചേരുകയില്ലേ നമ്മൾ അണിയണി ചേരുകയില്ലേ. അടിമത്വത്തിൻ ചങ്ങലയെല്ലാം അഴിഞ്ഞു പോവുകയില്ലേ, നാടിൻ ഉടമത്വത്തിൻ അവകാശികളായി നമ്മൾ മാറുകയില്ലേ നമ്മൾ മാറുകയില്ലേ. അടിമത്വത്തിൻ ചങ്ങലയെല്ലാം അഴിഞ്ഞു പോവുകയില്ലേ, നാടിൻ ഉടമത്വത്തിൻ അവകാശികളായി നമ്മൾ മാറുകയില്ലേ നമ്മൾ മാറുകയില്ലേ. വന്ദേ മാതരം 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 വന്ദേ മാതരം. പടയുടെ നെഞ്ചിൻ കൂടുകൾ അടിച്ചുടയ്ക്കുകയില്ലേ, നമ്മൾ ദേശസ്നേഹം മുക്കിയ മൂവർണ്ണക്കൊടിയോടെ വരുമ്പോൾ മൂവർണ്ണക്കൊടിയോടെ വരുമ്പോൾ മൂവർണ്ണക്കൊടിയോടെ വരുമ്പോൾ. ബ്രിട്ടീഷ് പടയുടെ നെഞ്ചിൻ കൂടുകൾ അടിച്ചുടയ്ക്കുകയില്ലേ, നമ്മൾ ദേശസ്നേഹം മുക്കിയ മൂവർണ്ണക്കൊടിയോടെ വരുമ്പോൾ മൂവർണ്ണക്കൊടിയോടെ വരുമ്പോൾ മൂവർണ്ണക്കൊടിയോടെ വരുമ്പോൾ. ധീരപരാക്രമ ഭാരതബോധം അടിവച്ചുണരുകയായി, ക്രൂരവിനാശക പട്ടാളങ്ങൾ പിടഞ്ഞു വീഴുകയായി പിടഞ്ഞു വീഴുകയായി. ധീരപരാക്രമ ഭാരതബോധം അടിവച്ചുണരുകയായി, ക്രൂരവിനാശക പട്ടാളങ്ങൾ പിടഞ്ഞു വീഴുകയായി പിടഞ്ഞു വീഴുകയായി. വന്ദേ മാതരം 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 വന്ദേ മാതരം. സുഭാഷ് ചന്ദ്ര ബോസ് की महात्मा गांधी की सुभाष चंद्र बोस की महात्मा गांधी की सुभाष चंद्र बोस की महात्मा गांधी की सुभाष चंद्र बोस की महात्मा गांधी की. ബോണി ബോണി ഖാദർ, എന്താ ബോണി, നീ ഉറങ്ങിയല്ലേ?
എനിക്കുറക്കം വരുന്നില്ല. ഇതാ ബോണി, നിനക്കൊരു കുറിപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ബോണി, എൻ്റെ അന്ത്യയാത്രയിലെ അവസാന വാക്കുകളിതാ. മങ്ങലേൽക്കാത്ത നിന്റെ സ്നേഹത്തിനും ഹൃദയംഗമായ നിന്റെ ആത്മാർത്ഥതയ്ക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മൂറി വരുന്ന വാക്കുകൾ കൊണ്ട് ഞാൻ നന്ദി പ്രകാശിപ്പിക്കട്ടെ. ഒരു ഭീകര ദുരന്തമാണ് വരാൻ പോകുന്നതെന്ന് കരുതരുത്. ഇന്ന് ലോകത്ത് സംഭവിക്കാറുള്ള നിസ്സാര കാര്യങ്ങളിൽ ഒന്ന് മാത്രം, നമ്മുടെ മരണം, എളിയ ത്യാഗം. എഴുതിക്കൊണ്ടിരിക്കുന്ന വാചകത്തിൽ നിന്ന് ഒരു വാക്ക് വിട്ടുകളയുന്നത് പോലെയാണത്. നമ്മുടെ മരണം മറ്റനേകം പേരുടെ ജനനത്തിന് വഴിയൊരുക്കും. എണ്ണമറ്റ വീരന്മാർ, മഹാത്മാക്കളായ ഭാരതപുത്രന്മാർ, മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനായി സർവവും ത്യജിച്ചവർ ഇതിനകം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അവരോട് താരതമ്യപ്പെടുത്തിയാൽ നമ്മൾ പൂർണ്ണചന്ദ്രൻ്റെ മുമ്പിലെ വെറും മെഴുകുതിരികൾ. നമ്മുടെ ലക്ഷ്യത്തിൽ പുറപ്പാടിലെ തന്നെ നാം പരാജയപ്പെട്ടു. നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയത് വെറും ദൗർഭാഗ്യകരമായിപ്പോയി. സാരമില്ല, വേണ്ടുവോളം ധീരന്മാരും ധാരാളം സമയവും നമുക്ക് മുമ്പിൽ ഇനിയുമുണ്ട്. ഒരു സ്വതന്ത്ര ഭാരതപുത്രനാകാൻ, സ്വതന്ത്ര മാതാവിൻ്റെ കൈകളാൽ ആലിംഗനം ചെയ്യപ്പെടാൻ നിങ്ങൾക്കിടവരട്ടെ. ഞങ്ങളെപ്പറ്റിയുള്ള ചിന്ത നിങ്ങളെ വേദനിപ്പിക്കരുത്. നാം എടുത്ത പ്രതിജ്ഞ ഓർക്കുക. മനഃശാഞ്ചല്യം കൂടാതെ കടമ നിർവഹിക്കുക. അതാണ് മനുഷ്യൻ്റെ കർത്തവ്യം. അതിനെയാണ് നാം ധർമ്മം എന്ന് പറയുന്നത്. പരാജയം വിജയത്തിൻ്റെ ആരംഭമാണ്. എല്ലാ മംഗളങ്ങളും നേരുന്നു. സ്വന്തം ഖാദർ. എൻ്റെ പ്രിയപ്പെട്ട വാപ്പ, ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ് ഈ കത്തയക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ എൻ്റെ ഹൃദയം അന്നതിനെ മറ്റു ചില വിചാരത്താൽ തടുത്തു നിർത്തി. പ്രിയപ്പെട്ട പിതാവേ, സമാധാനപരവും അചഞ്ചലവുമായൊരു ഹൃദയം തന്ന് അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ഈ നിസ്സഹായതയിൽ മുറുമുറുക്കുവാനോ മനഃശാഞ്ചല്യം കാണിക്കുവാനോ പാടില്ല. ഇവിടെയാണ് അള്ളാഹുവിൻ്റെ അഭീഷ്ടത്തിൽ സംതൃപ്തനായി ആത്മത്യാഗത്തിനുള്ള സന്ദർഭം. എന്നെ ജീവഹാനി കൊണ്ടാണെങ്കിൽ നിങ്ങളെ സന്താന നഷ്ടം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നു. ഞാൻ അധൈര്യപ്പെടുന്നില്ല. എൻ്റെ ഹൃദയദാർഢ്യതയ്ക്ക് ഉറപ്പുകൂടുന്നു. ഏപ്രിൽ മാസം 1-ാം തീയതി എൻ്റെ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് പ്രസ്താവിച്ചു. ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് എന്നെ 5 വർഷം കഠിന തടവിനും അതിനുശേഷം തൂക്കിക്കൊല്ലുവാനും വിധിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട പിതാവേ, ഞാൻ എന്നേക്കുമായി നിങ്ങളെ വിട്ടു പിരിയുന്നു. നാളെ രാവിലെ 6 മണിക്ക് മുൻപായിരിക്കും എൻ്റെ എളിയ മരണം. ധൈര്യപ്പെടുക. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ബന്ധുമിത്രാദികൾക്കും എൻ്റെ സ്നേഹിതന്മാർക്കും എൻ്റെ ഏറ്റവും ഒടുവിലത്തെ സലാം പറഞ്ഞുകൊള്ളുന്നു. അതെ, റംസാൻ മാസത്തിലെ 7-ാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 5 മണിക്കും 6 മണിക്കും മധ്യേ ഞാൻ മരിക്കുന്നു. വന്ദ്യനായ പിതാവേ,
വാത്സല്യനിധിയായ ഉമ്മ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്കൊരാശ്വാസവും നിങ്ങളോട് പറയുവാനില്ല. ഞാൻ നിങ്ങളെ വിട്ട് പിരിയുന്നു. നമുക്ക് തമ്മിൽ മഹ്ശറയിൽ വീണ്ടും കാണാം. എന്നെപ്പറ്റി ദുഃഖിക്കരുതേ. എൻ്റെ ജീവിതത്തിൻ്റെ നാടകം അഭിനയിച്ചു തീരുവാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് മരിച്ചതെന്ന് നിങ്ങൾക്ക് ഒരവസരത്തിൽ ചില ദൃക്സാക്ഷികളിൽ നിന്നും അറിയാനിടയാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കാതിരിക്കില്ല. തീർച്ചയായും അഭിമാനിക്കുക തന്നെ ചെയ്യും. ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. വാത്സല്യ മകൻ മുഹമ്മദ് അബ്ദുൽ ഖാദർ. മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം. മധുരം വരുന്നു ഞാൻ. മോചന സമരമിതാഗതമാ അലയുമിളം കാറ്റിൽ പ്രഭാതഭേരി മുഴങ്ങുകയായി മോചന സമരമിതാഗതമാ വിരിഞ്ഞ മലരുകളും സ്വരത്തിൽ പാടുകയായി മോചന സമരമിതാഗതമാ അനന്തശാന്തതയിൽ പാറും പർവതൻ കളമൊഴികൾ മോചന സമരമിതാഗതമാ ഇനിയൊരേയൊരു സ്വപ്നത്തിലൊഴുകൂ വാനിൽ പറന്നുയരട്ടെ ഈ മണ്ണിൻ മാറ്റൊലികൾ ഉയരുകയായി എങ്ങും ഉയരുകയായി എങ്ങും ഉയരുകയായി എങ്ങും ഉയരുകയായി പുതിയൊരു പുലരി വരും പുതിയൊരു പുലരി വരും പൂത്തുമ്പികളും പാടി വരും അരികെ മോചനദിനമണയും അരികെ മോചനദിനമണയും ഖാദർ,
ഖാദർ, സമയമായി അല്ലേ? ആമാം, സമയമാച്ച്. முதல்ல வக்கம் அப்துல் காதர், ஃபௌஜாஸ் சிங், அப்புறம் அனந்தன் நாயர், எஸ்.சி. பர்தான். மிஸ்டர் அப்துல் காதர், உங்களுக்கு கடைசியா ஏதாவது ஆசை இருக்கா? மிஸ்டர் அப்துல் காதர், உங்களுக்கு കടൈസിയാ ഏതാവത് പേശണമാ? ഞാൻ എൻ്റെ രാജ്യത്ത് മതമൈത്രി നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഭിന്നതകളില്ലാതാക്കി മതമൈത്രിയുടെ സന്ദേശത്തിനായി എൻ്റെ മരണം പ്രചോദനമാകണം. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതീകമായി എന്നോടൊപ്പം ഒരു ഹിന്ദുവിനെ തൂക്കിലേറ്റണം.
മണിമുഴക്കം മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ. പുലരിച്ചിരിക്കുന്നു ദൂരെ ദിനകരനുണരുകയായി മോചന സമരമിതാഗതമാ അലയുമിളം കാറ്റിൽ പ്രഭാതഭേരി മുഴങ്ങുകയായി മോചന സമരമിതാഗതമാ വിരിഞ്ഞ മലരുകളും ഒരേ സ്വരത്തിൽ പാടുകയായി മോചന സമരമിതാഗതമാ അനന്തശാന്തതയിൽ പാറും പർവതൻ കളമൊഴികൾ മോചന സമരമിതാഗതമാ